യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെയും സ്വന്തം കണ്ടുകൊണ്ട് ദർശിച്ച പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പത്രോസിനെ കർത്താവ് തന്റെ ശിഷ്യനായിട്ട് വിളിച്ചു വേർതിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ തൊഴിൽ എന്ന് പറയുന്നത് മീൻപിടുത്തമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവിടേക്ക് കടന്നു വരികയും അവിടെ പറയുകയാ, എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം അവിടെയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഗലീലക്കടലിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബെത്സൈദ എന്ന ഗ്രാമത്തിലാണ് പത്രോസിന്റെ ജനനമെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1:42 കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു ശിമോനോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1:42 വാക്യം ഇപ്രകാരം പറയുന്നത്, 41 മുതൽ ഹല്ലേലൂയ. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിക എന്ന് വെച്ച ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനോട്, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതിന് പത്രോസ്, ഹല്ലേലൂയ, അത് പത്രോസ് എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, കേഫ എന്നത് അരാമിക് ഭാഷയിൽ പറയുന്ന വാക്ക്. എന്നാൽ അതിന്റെ ഗ്രീക്ക് വാക്കാണ് പെട്രോസ്. പത്രോസ് എന്ന വാക്ക് ഗ്രീക്ക് വാക്ക്. കേഫ എന്ന വാക്കിന് അരാമിക്കിൽ നാം ചിന്തിക്കുമ്പോൾ, അല്ലെ പെട്രോസ് എന്ന വാക്കിന് നാം അല്ലയോ ചിന്തിക്കുമ്പോഴൊക്കെയും അതിന്റെ മീനിങ് കടന്നു വരുന്നത് പാറ കഷണമെന്നാണ്. എന്നാൽ പെട്ര എന്ന വാക്ക് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന പാറ എന്ന, പെട്രോസ് എന്നാൽ പാറ കഷണം, പെട്ര എന്നാൽ പാറ. പെട്ര എന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ പറയുന്നത്, യു ആർ പെട്രോസ് ആൻഡ് ഓൺ ദിസ് പെട്ര ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറയുക, ഈ പാറമേൽ, ഞാനാകുന്ന പാറമേൽ, പാറക്കഷണമാകുന്ന പത്രോസേ, നിന്നെ വെച്ച് സഭയെ പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാതാള ഗോപുരങ്ങൾ നിനക്കെതിരെ കടന്നു വരും, പക്ഷെ അതിന് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. ഓ, ഇന്ന് പകൽക്കാലം അത് പറയുവാൻ ഒരു കാരണമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെക്കുന്നവൻ, വെച്ചവൻ, പ്രൈസ് ദി ലോർഡ്, അവൻ പറയുകയാ, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം സഭയോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, അനേക പ്രശ്നങ്ങളും അനേക പോരാട്ടങ്ങളും അനേക ഭാരങ്ങളും അനേക നിരാശകളും നിന്നെ തകർക്കുവാൻ വേണ്ടി ശത്രുവാകുന്നവൻ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവാകുന്ന പാറമേൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ പണിയപ്പെട്ട വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പാറയെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല.
നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ക്രിസ്തുവാകുന്ന പാറമേൽ ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവാകുന്ന പാറമേൽ നാം നിൽക്കുന്നത് കൊണ്ട് കാറ്റുകളും കോളുകളും തിരമാലകളും ഒക്കെ നമുക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും നമ്മുടെ കൂടുള്ള ദൈവത്തെ അറിയാത്തവർ അന്വേഷിക്കാത്തവരൊക്കെ തകർന്നു പോയ അതേ മേഖലയിൽ ദൈവം നമ്മളെ നിർത്തുബന്ധക്കോട് വഴിയാക്കി തീർത്തത് നമ്മുടെ കഴിവുകളോ നമ്മുടെ മിടുക്കുകളോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല, പിന്നെയോ ആ പാറമേൽ നിന്ന ഒറ്റ കാര്യം മാത്രമാണ്. ഇന്ന് പകൽക്കാലം നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാറയാകുന്ന ക്രിസ്തുവിനെ നമുക്ക് 1 കൊരിന്ത്യർ 10:4 കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ വിവരണങ്ങളെ 1 മുതൽ 4 വരെയൊരു വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നുവെന്ന് പറയുന്ന വാക്യങ്ങളെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ പാറ ആരാണെന്ന് ആവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത് പ്രകാരമാണ്. ആവർത്തന പുസ്തകം 32:4. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളിൽ ഒക്കെ അവന്റെ വഴികളൊക്കെ ന്യായം, അവന്റെ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവനും തന്നെ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുക, അവൻ പാറയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി. അവന്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ്, അവന്റെ വഴികളൊക്കെ ന്യായമാ, അവൻ വിശ്വസ്തതയുള്ള ദൈവമാ, വ്യാജമില്ലാത്തവനാ, നീതിയും നേരുള്ളവനുമായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പിന്നെയും എടുത്തു പറയുക 18-ാം സങ്കീർത്തനം 31-ാം വാക്യത്തിൽ, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പാറയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പാറമേല നാം നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ, നാശകരമായ മഹാമാരിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് നമ്മുടെ കരം പിടിച്ച് ഉയർത്തി വന്നക്കമണിയെ തീർന്നു. ഉയർത്തി നിർത്തിയത് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തി വന്നക്കമണിയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർക്കും കരകയറ്റുവാൻ കഴിയാതിരുന്ന കുഴഞ്ഞ ചേറ്റിൽ താണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ ദയ നമ്മളോട് കൂടെ വന്നു. ആരും സഹായിക്കത്തില്ല, ആർക്കും എന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല, ആർക്കും എന്നെ സാന്ത്വനിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ മുമ്പിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ആയിരുന്ന മേഖലകളിൽ മേലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വന്നു. നമ്മളെ ധൈര്യപ്പെടുത്തി. ആരും വിടുവിച്ചില്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട. ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാ. പത്രോസിന്റെ ജീവിതം നാം നോക്കിക്കഴിയുമ്പോൾ അവിശ്വാസം പലപ്പോഴും കടന്നു വന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ വേദവാക്യങ്ങളെ ഒന്നും എടുത്ത് വായിക്കുന്ന സമയം എന്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കാത്തത്. പലപ്പോഴും ഭയപ്പെടുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും ഭീരുവാകുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. സാത്താന് പലപ്പോഴും സാത്താന്റെ ആലോചനകൾക്ക് ഇടം കൊടുക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഉറങ്ങുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. തള്ളിപ്പറയുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അനേക ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പത്രോസ് പരാജയത്തിന്റെ ചില വക്കിലേക്ക് വീഴുവാൻ തക്കവണ്ണം ഇടയാൻ തീർന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്
കർത്താവിന്റെ വാക്കിനനുസരിച്ച് ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഉയരാനൊക്കെ നോക്കിയിടത്തെല്ലാം പരാജയപ്പെട്ടു. സ്വയമായി ഉയരുവാൻ നോക്കിയിടത്തെല്ലാം അവൻ പരാജയപ്പെട്ടു. അതാണ് വായിക്കുവാനിടയത്ര ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 34-32 വാക്യത്തിൽ നാം വായിക്കുവാൻ തക്ക ഇടയാൻ തീർന്നത്. 31-32 വാക്യം. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഈ പത്രോസ് സ്വന്തം ശക്തിയിലും സ്വന്തം ബലത്തിലുമൊക്കെ നിന്നുകൊണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആരെല്ലാം നിന്നെ വിട്ടുപോയാലും, യേശുവേ, ആരെല്ലാം നിങ്ങൾ നിന്ന് ഇടറിപ്പോയാലും ഞാൻ ഒരിക്കലും ഇടറിപ്പോത്തില്ല, ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്. എന്ത് വിഷയം കടന്നു വന്നാലും യേശുവേ, അങ്ങോട്ട് കൂടെ ഞാൻ എപ്പോഴും കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കിയത് പത്രോസ്. 33-ാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അവനോട് കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറയുകയാ, എന്തു വന്നാലും നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പത്രോസ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നിനക്കറിയാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുണ്ട്. നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചതാ. ഇന്ന് പകൽക്കാലവും ചില വ്യക്തി ജീവിതങ്ങളെ പാറ്റിക്കളയുവാൻ തക്കവണ്ണം, നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രുവാകുന്നവൻ കൽപ്പന ചോദിച്ചതാ. പക്ഷെ എന്റെ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നീ ആയിരിക്കുന്ന ബോധ്യത്തോട് ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ ചേര്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, സാത്താൻ പത്രോസിനെ ഗോതമ്പ് പോലെ പരത്തേണ്ടതിന് ദൈവത്തോട് കൽപ്പന ചോദിച്ചപ്പോൾ, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത് പോലെ, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഓ, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നമുക്ക് പറയുവാൻ കഴിയണം, നിന്നതല്ല ദൈവമേ, ദൈവമെന്നെ നിർത്തിയതാ. ഒന്നും നേടിയതല്ല, ദൈവമെന്നെ തന്നതാ. നടത്തിയ വിധങ്ങളെ ഓർത്ത്, നടത്തിയ ദയയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റു വേണ്ടിയേ തീരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും പത്രോസിനെ ഗോതമ്പ് പോലെ കൽപ്പന ചോദിച്ചു. ഇവിടെ കാണുവാൻ സാധിക്കും, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ശത്രുവാകുന്നവർ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന അനേക വിഷയങ്ങളുണ്ട്. അത് ചിലപ്പോൾ കുടുംബത്തിനകത്ത് നിന്നായിരിക്കും ഉയർന്നു വന്നത്, ചാർച്ചക്കാരിൽ നിന്നായിരിക്കും ഉയർന്നു വന്നത്, മാതാപിതാക്കന്മാരിൽ നിന്നായിരിക്കും ഉയർന്നു വന്നത്, ബന്ധുമിത്രാദികളിൽ നിന്നായിരിക്കാം, ലോക മനുഷ്യരിൽ നിന്നായിരിക്കും ഉയർന്നു വന്നത്. എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ടിയാക്കാതെ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നീ വീഴുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നീ തളർന്നു പോകുമെന്ന് തോന്നുന്ന നിമിഷത്തിന്മേൽ നിന്നെ ആശ്വസിപ്പിക്കുക, നിന്നെ വിടുവിക്കുക, നിന്റെ കരുത്തിൽ പിടിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, മകളെ ഇതാകുന്ന വഴി, മകനെ ഇതാകുന്ന വഴി എന്ന് പറഞ്ഞു തരുവാൻ ശക്തിയുള്ളൊരു ദൈവം. Glory to God.
Glory to God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കൊണ്ടുവരുവാനാണ് പലപ്പോഴും ശത്രു ശ്രമിക്കുന്നത്. അവിശ്വാസം വളർത്തുവാൻ വേണ്ടി സാത്താനാകുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കും. സാത്താൻ നമ്മളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒരു വിശ്വാസിയെ ഒരു ദൈവവല്ലെ തൊടുവാൻ ഹല്ലേലൂയ ഒരു ശക്തിക്കും അധികാരമില്ല. ഇന്ന് പകൽക്കാലം നീ മനസ്സിലായിക്കണം, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ തൊടുവാൻ ഒരു ശക്തിക്കും അധികാരമില്ല. ദൈവം അനുവദിക്കാതെ ഒരു ശക്തിയും എന്നെ തൊടുകയില്ല എന്ന് വിശ്വസിക്കുവാൻ ഏറ്റുചൊല്ലണം. യോബിന്റെ ജീവിതം നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ട് അവനെ സാത്താൻ തൊടുവാൻ തക്കവണ്ണം അവിടെ എത്തുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 1-ാം അധ്യായം അതിന്റെ 10, 12, 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് ദൈവഭക്തനായിരുന്ന യോബിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. ഹല്ലേലൂയ. വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവന്റെ സകലത്തിന് ചുറ്റും വേണ്ടി കിട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. സാത്താൻ ഒന്നാമതായി പറഞ്ഞത് ഹല്ലേലൂയ, നീ അവനും അവന്റെ വീടിനകത്തും വീടിന് ചുറ്റും അവന്റെ സകലത്തിനും വേലി കെട്ടിയിട്ടില്ലയോ? എന്റെ ഭവനത്തിന് എന്റെ സകല നന്മകൾക്കും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? പലപ്പോഴും യോബിന്റെ ഭവനത്തിന് ചുറ്റും കടക്കുവാൻ തക്കണമില്ല, ഭവനത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ശത്രുവാകുവാൻ പോയതാ. പക്ഷെ പദ്ധതികൾ നടന്നില്ല. കാരണം വേലി കെട്ടിയത് ആരാന്നറിയാമോ? വേലി കെട്ടിയ സ്വർഗസ്ഥനായ ദൈവമായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തെയും നിന്നെയും നിന്റെ തലമുറയൊക്കെയും ദൈവം വേലി കെട്ടി സൂക്ഷിച്ചാൽ ഒരു ശത്രുവിനും നിന്റെ ഭവനത്തെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയോ തൊടുവാൻ സാധിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ മനസ്സിലാക്കുന്ന എത്തിരണം. അതുകൊണ്ട് അവനോട് സാത്താൻ ദൈവത്തോട് പറയുക, കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്ക് തിരിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടുപോയി. ദൈവം അനുവാദം കൊടുത്തു. അവന്റെ പ്രാണനെ മാത്രം നിനക്ക് തൊടുവാൻ അധികാരമില്ല. എന്റെ ദൈവത്തിന് അറിയാം, അവൻ ഇവനെ സാത്താന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലും എന്നെ തള്ളി പറയുന്നവനല്ല ഇവൻ. കാരണം നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടലകുന്നവനും ഭൂമിയിൽ ഇവനെ പോലെ ആരുമില്ല എന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവം അവൻ അറിയാം, ഇല്ല ഇവനെ ഏത് വിഷയത്തിലേക്ക് കടത്തിവിട്ടാലും എന്നെ അവൻ തള്ളി പറയത്തില്ല. ഏത് വിഷയത്തിന് നടുവിലും എന്നെ അവൻ മുറുകെ പിടിക്കുന്നവനവൻ. പക്ഷെ പത്രോസിനെ വിട്ടുകൊടുത്താൽ ദൈവത്തിനറിയാം, കർത്താവ് യേശു ക്രിസ്തുവിനറിയാം ഇവൻ മാറിപ്പോകും. നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു, താഴ്ചകൾ വന്നു, പിന്മാറ്റം കടന്നു വന്നു. എന്നാൽ അവൻ അനുതാപത്തോടെ കണ്ണുനീരോട് വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്ത് കടന്നു വന്ന് നിലവിളിക്കുവാൻ കൊണ്ടിയെത്തുന്നപ്പോൾ ഒരിക്കൽ ഈ പത്രോസ് പറഞ്ഞതാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു.
ഈ പറഞ്ഞ വ്യക്തി തന്നെ കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ചില മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന നിമിഷത്തിന്മേൽ 3 വട്ടം തള്ളി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. പരസ്യമായി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞവൻ പരസ്യമായി തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. വീഴ്ചയുടെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, പരാജയപ്പെട്ടവനെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ഗ്ലോറി ടു ഗോഡ്. ക്ഷീണിച്ചിരിക്കുന്നവനെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല എന്റെ ദൈവം. സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. വലയും പടകമെടുത്ത് മീൻ പിടിക്കുവാനായി കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളും പോരുന്നു. Praise God. Hallelujah. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പോലെ കാത്തു നിൽക്കുവാൻ സമയമില്ലാത്തവരെ പോലെ ശിഷ്യന്മാർ പടകും വലയുമെടുത്ത് മീൻ പിടിക്കുവാനെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പരാജയപ്പെട്ടവന്റെ അടുക്കിലേക്ക്, വേദനയോട് നിൽക്കുന്നവരുടെ അടുക്കിലേക്ക് കർത്താവ് വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുകയാ 21-ാം അധ്യായം 1-ാം വാക്യം, അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും തോമാസും ഗലീലയിലുള്ള ഖാനയിലെ നദനീയരും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ശിമോൻ പത്രോസ് അവരോട് പറയുകയാ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കൂടെ നിന്നവര് പറഞ്ഞു, ഞങ്ങളും പോരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന യേശുവൊക്കെ എവിടെ എന്നൊക്കെ പറഞ്ഞവരെ ഇങ്ങനെ കൂടി ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, തള്ളി പറഞ്ഞവന്റെ അടുക്കിലേക്ക്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, തന്നെ വിട്ട് മാറിപ്പോയവന്റെ അടുക്കിലേക്ക് കർത്താവിന്റെ സ്നേഹം പിന്നെയും അടുത്ത് കടന്നു വരികയാ. പ്രൈസ് ദി ലോർഡ്. നടുവിൽ പ്രത്യക്ഷനായിട്ട് ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ജീവിതത്തിൽ അവർ അന്ന് മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും പിടിച്ചില്ല. അവിടെ 2-3 വാക്യത്തിൽ അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി അധ്വാനിച്ചിട്ട്, നാളുകളായി വേർപെടുക്കിയിട്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഓട്ടസഞ്ചിയിടുന്ന കാശിനെ പോലെ ജീവിതത്തിന്റെ നന്മകളും ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ നഷ്ടമാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനുള്ള പകൽക്കാലമാണ്. നിന്റെ പടകിനെ നിറയ്ക്കുവാൻ, നിന്റെ നന്മകളെ നൽകുവാൻ ശക്തനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. രാത്രി മുഴുവൻ ഒന്നും അധ്വാനിച്ചിട്ട് പിടിക്കുവാൻ കഴിയാതെ പത്രോസ് ഭാരപ്പെടുകയാണ്. കൂടെയുള്ളവർ ഭാരപ്പെടുകയാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ളത്, ഈ വിഷയത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മീൻപിടുത്തത്തിൽ വരെക്കാൾ വലിയ സാമർഥ്യമില്ല. എന്നാൽ സകലത്തെ സൃഷ്ടിച്ചു ഒരുവൻ അവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അടിയേറ്റുന്നു. ആമേൻ ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യം, യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു.
ശൂന്യതയുടെ അവസ്ഥ, ജീവിതത്തിലെ ശൂന്യത അവസ്ഥ, യേശുവില്ലാത്തൊരു ജീവിതവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ശൂന്യമായ പടക്, ശൂന്യമായൊരു ജീവിതം. തള്ളിപ്പറഞ്ഞവരുടെ അടുക്കിലേക്ക് യേശുനാഥ സ്നേഹത്തോടെ കടന്നു വന്നിട്ട് ഇപ്രകാരം പറയുകയാ, മക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഇത്രയും മുഴുവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടിയില്ല, എന്നാൽ എന്റെ വാക്കിന് വലയിറക്ക്. ഹല്ലേലൂയ പറയുകയാ, പടകിന്റെ വലത് ഭാഗത്ത് വല വീശുവീൻ. ഏത് വിഷയത്തെ പരാജയപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന്റെ നടുവിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം യേശുവേ, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം എന്നോട് മുഴങ്ങുമാറാകണമേ. അങ്ങനെ ആലോചന എന്റെ മേൽ മുഴങ്ങണമേ. എന്റെ ആലോചനയ്ക്ക് ഞാൻ പടകം വലയുമെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് എനിക്കൊരു നന്മയും പ്രാപിക്കുവാൻ കഴിയാഞ്ഞത്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ തയ്യാറാണ്. യേശുവിന്റെ ആലോചനയ്ക്ക് ഞാൻ കീഴ്പ്പെടാൻ തയ്യാറാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുവാനുള്ളത് സ്വന്തം ആലോചനയ്ക്കും സ്വന്തം വിവേകത്തിനും സ്വന്തം ബുദ്ധിക്കും സ്വന്തം ജ്ഞാനത്തിനും അനുസരിച്ച് ജീവിക്കാതെ കർത്താവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം ആത്മാവ് ഓർപ്പിക്കുകയാണ്. ആ കർത്താവിന്റെ ആലോചനയ്ക്ക് വാക്കുകൾക്ക് ചെവി കൊടുത്തപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവരോട് പറഞ്ഞു. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, എന്റെ കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് മാറ്റമില്ല. കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. ഇവിടെ പറയുക, അവർ വല വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അവർക്ക് വലകൾ വലിക്കുവാൻ കഴിഞ്ഞില്ല. ചിന്തിച്ചു നോക്ക്, രാത്രി മുഴുവൻ ഈ കടലിൽ തന്നെയല്ല അധ്വാനിച്ചത്, രാത്രി മുഴുവൻ ഈ കടലിൽ തന്നെയല്ലേ വല വീശിയത്. എന്നാൽ യേശുവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം ആ വലയ്ക്കകത്ത് പടകിനകത്ത് കയറുമന്തൊക്കെ ഇടയാക്കി തീർത്തുവെങ്കിൽ കഴിഞ്ഞ ആളുകൾ ഓടിയിട്ട് പ്രാപിക്കുവാൻ കഴിയാത്ത നന്മകളെ, വിടുതലുകളെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. ദൈവമേ, അങ്ങയുടെ ആലോചന പലപ്പോഴും കേട്ടിലും അനുസരിക്കാത്തതാ എന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ തടസ്സം. എത്ര പേർക്ക് ബോധ്യമുണ്ട്? പലപ്പോഴും കർത്താവിന്റെ ആലോചനയെ നിരസിച്ചു കളഞ്ഞതാ എന്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണം. എന്നാൽ പത്രോസിനെ പരാജയപ്പെട്ടവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനെ ബലപ്പെടുത്തുക മാത്രമല്ല, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പറയുമെന്നും പണിയുമെന്ന് പറഞ്ഞത് പത്രോസിനെ കൊണ്ട് പെന്തക്കോസ്ത് നാളിൽ സഭയുടെ പണി ആരംഭിച്ചു. പരാജയപ്പെട്ടവരെ ദൈവം ഉപയോഗിച്ചെന്ന് പരാജയപ്പെട്ടവരായിട്ടിരിക്കുന്നവരാണോ നീ? കർത്താവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ തയ്യാറാണോ? നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയോ? നിന്റെ പടകിനെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയോ? നിന്റെ വലയെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയോ? നിന്റെ ഒറ്റ വാക്കിനകത്ത്, നിന്റെ ഒറ്റ പ്രസംഗത്തിനകത്ത്, നിന്റെ ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് ആയിരങ്ങൾ വിട്ടുവയ്ക്കപ്പെടുവാൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാജയപ്പെട്ടവനെ പോലെ മാറിയിരിക്കാനുള്ള ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചപ്പോൾ തന്നെ നിന്റെ മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ആ പദ്ധതിയെ തകിടം മറിക്കുവാനായി ശത്രുവാകുന്നവനെ സാത്താൻ പല പദ്ധതികൾ തയ്യാറാക്കി നിനക്കെതിരെ കടന്നു വരുമ്പോ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, അങ്ങയുടെ വാക്ക് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ് ദൈവമേ.
ഓ ശഖമന ഹതുലഗന ശബ്ദന ഇന്ന് പകൽക്കാലം പരാജയപ്പെട്ടവൻ അടുക്കിലേക്ക്, നിരാശനായിരിക്കുന്നവൻ അടുക്കിലേക്ക്, വേദനപ്പെട്ടിരിക്കുന്നവൻ അവൻ അടുക്കിലേക്ക്, രോഗിയായിരിക്കുന്നവൻ അടുക്കിലേക്ക് എന്റെ കർത്താവ് കടന്നു വരികയാ. നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, നിന്നെ മാറോട് ചേർത്തണച്ച് നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം. മകനെ ഇന്ന വഴിയപ്പോ, മകനെ ഇന്ന വഴിയപ്പോ എന്ന് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നവർ. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയില്ല. നീ തീയിൽ കൂടി കടന്നാൽ ഈ തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. നദി നിന്റെ മേൽ കവിഞ്ഞു വരികയില്ല എന്ന് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമായി പകൽക്കാലം നമ്മുടെ കൂടെയുള്ളത്. സമയത്തിന്റെ ചുരുക്കത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പരാജയപ്പെട്ട പത്രോസിന്റെ അടുക്കിലേക്ക് സ്നേഹവാനായ കർത്താവ് കടന്നു വന്നതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. നീ പരാജയപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്താണല്ലോ, അവിടെ വിജയം, അവിടെ തന്നെ വിജയം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആ കടലിൽ പരാജയപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ ഇരിക്കുന്ന സ്ഥാനത്ത്, ആ സ്ഥാനത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയത്. ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിക്കുക. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് വേണ്ടി വിജയം നൽകുവാൻ തക്കവണ്ണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എന്നെ ആലോചന പറഞ്ഞു തന്ന് എന്നെ വഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. കർത്താവേ, അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനമൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.